കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശുദ്ധതയും കരുണയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദൈവം വാക്ക് മാറാത്തവൻ, യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ധൈര്യത്തോടെ നിൽക്കുന്നത്. മനുഷ്യമായി നമ്മളോട് വാക്ക് പറഞ്ഞ പലരും വാക്ക് മാറ്റി. അന്നത് പറഞ്ഞു, ഇന്നെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ഒത്തിരി സന്ദർഭങ്ങൾ നമുക്ക് അനുഭവമുള്ളതാണല്ലോ. പക്ഷേ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാ കാലത്തും അത് പാലിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. യഹോവയായ ഞാൻ മാറാത്തവൻ. വാക്കിലും പ്രവൃത്തിയിലും ഒന്നിലും വാക്ക് മാറ്റാത്ത ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. അവിടുത്തെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവൻ ഉവ്വ് എന്നുള്ള മാറ്റിപ്പറയുന്ന, വ്യാജം പറയുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്. അരുളിച്ചത് ചെയ്യാതിരിക്കുമോ, സംഭവിപ്പിക്കാതിരിക്കുമോ? താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഈ പകൽ വിശ്വസിക്കുക. പ്രാർത്ഥിച്ചിട്ടും അടുത്ത് ഒന്നും കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചിലരോട് പറയുന്നു. മറ്റു ചിലർ പറയുന്നു, മറ്റാരും ഞങ്ങൾക്കില്ല, ദൈവം മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ദൈവം മതി ആരുമില്ലെങ്കിലും സർവശക്തനായ ദൈവം, അനാദിയായ ദൈവം, ശാശ്വതവാസിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, ഇല്ലാത്തതിനെ ഉളവാക്കുന്ന ദൈവം, സൃഷ്ടിക്കുന്ന ദൈവം, നിർമ്മിക്കുന്ന ദൈവം, രൂപപ്പെടുത്തുന്ന ദൈവം, രൂപാന്തരപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതുപോലെ. മറുവശം കൂടെ ചിന്തിക്കൂ. എല്ലാവരും ഉണ്ടായിട്ട് ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ നാം ബിഗ് സീറോ, വട്ടപ്പൂച്ച. അതുകൊണ്ട് ആ പ്രസ്താവനകളൊക്കെ ഒന്ന് പറയുമ്പോൾ ചിന്തിക്കുക, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അത് മതിയെന്ന് പറയാൻ. ആരും വേണ്ട, മറ്റാരും വേണ്ട. ദൈവം എൻ്റെ സങ്കേതമാണ്, തുണയാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവം എൻ്റെ മധ്യമുണ്ട്, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല എന്ന് പറയാൻ ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് തയ്യാറാകൂ. ദൈവം മതി നമുക്ക്. സ്തോത്രം. നിർമ്മിച്ച ഒരു ദൈവമല്ലേ നമ്മുടെ കൂടെ ഉള്ളത്? തുറക്കുന്ന ഒരു ദൈവമല്ലേ? സൗഖ്യമാക്കുന്നവനല്ലേ? മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനല്ലേ? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്, ഞാൻ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ മറ്റാരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്? അവിടെ നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്യൂ, സ്തോത്രം ചെയ്യൂ, സ്തോത്രം ചെയ്യൂ. മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം, തള്ളിക്കളയാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, മാർവോട് അണയ്ക്കുന്നവൻ ഇന്ന് പകലിലും നമ്മുടെ ദൈവമാണ്. സംശയിക്കരുത്, വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. അവിടെ നിന്നും പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. കുറുകിപ്പോകാത്ത ആ കരത്തിനായി സ്തോത്രം ചെയ്യാം. ഉയർന്നിരിക്കുന്ന കരത്തിനായി, വീര്യം പ്രവർത്തിക്കുന്ന കരത്തിനായി, ആർക്കും തിരിച്ചു മടക്കാൻ പറ്റാത്ത ശ്രേഷ്ഠ ഭുജത്തിനായി എത്ര പേർക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പ്രഭാതത്തിലും സ്തോത്രം ചെയ്യാൻ കഴിയും. ഈ ദൈവം മതി. ആ ദൈവത്തെ കണ്ടുമുട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യണം. എത്രയോ പേർക്ക് ഇത് കഴിയാതിരിക്കുമ്പോൾ കാൽവറി ക്രൂശിലൂടെ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തീർന്നു പോകാത്ത ദയ, 1000 തലമുറയോളം ദയ ദീർഘിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ആർക്കും ദയ തോന്നിയില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് ദയ തോന്നിയാൽ നമ്മൾ ധന്യരായിത്തീരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ 105-ാം സങ്കീർത്തനം 17-ാമത് വാക്യം വളരെ നാം വായിച്ച് കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമായൊരു ഭാഗമാണ്. അവർക്ക് മുൻപായി അവനൊരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ.
യോസഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളിയാണ്. വില്ലാളികൾ വിഷമിപ്പിച്ചു, പക്ഷെ യോസഫിൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. കാരണം ഇസ്രായേലിൻ്റെ പാറ യഹോവ യോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യോസഫ് മതിലിന്മേൽ പടരുകയാണ്. മതിൽ വന്നാലും യോസഫ് പിന്മാറില്ല. അതിൻ്റെ മുകളിൽ പടരാനുള്ള ഒരാത്മശക്തി പ്രാപിച്ചവനാണ് യോസഫ്. തടസ്സം വരുമ്പോൾ യോസഫ് പറയും, എൻ്റെ ദൈവത്താൽ ഞാനിത് ചാടിക്കടക്കും. ഇതിൻ്റെ മേൽ പടരുന്ന ഒരഭിഷേകം യോസഫിനുണ്ടായി. കണ്ട ദർശനം വളരെ ശ്രേഷ്ഠമായിരുന്നു. ഇവിടെ കണ്ടോ, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. 15-ാം വാക്യം, അവർക്ക് മുമ്പായി അവനൊരാളെ അയച്ചു. ദൈവം ഒരാളെ യോസഫിൻ്റെ സഹോദരന്മാർക്ക് മുമ്പായി അയച്ചു. ഇത് നമ്മൾ നോക്കുമ്പോൾ പൊട്ടക്കുഴിയിലേക്ക് വീണു. 30 അടി താഴ്ചയുണ്ട്. ദർശനം കണ്ടവൻ ഇതാണോ സംഭവിക്കുന്നത്? അടുത്ത സഹോദരന്മാർ വിക്കിയ അഡ്രസ്സ് നഷ്ടപ്പെടുത്തി. ഇതാണോ ദർശനം കണ്ട വിശ്വസ്തനായി നിന്നവൻ്റെ വാക്തത്വം എന്നൊക്കെ? ഇല്ല. ഇതിൻ്റെ പിന്നിൽ ദൈവം ഒരു പ്രോസസ്സിങ് നടത്തുകയാണ്. കണ്ടോ, അവർക്ക് മുൻപായി ദൈവം യോസഫിനെ അയക്കുക മിസ്രൈമിലേക്ക്. ദൈവത്തിൻ്റെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുമ്പോൾ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് യോസഫ് 50-ാം അധ്യായത്തിൽ പറയും, നിങ്ങൾ എൻ്റെ നേരെ ദോഷം ചിന്തിച്ചു, പക്ഷേ എൻ്റെ ദൈവമോ അതിനെ ഇന്നുള്ളതുപോലെ ഗുണമാക്കി തീർത്തു. സഹോദരങ്ങളെ, ജീവിതത്തിൽ വരുന്ന ചില ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും അഡ്രസ്സ് നഷ്ടപ്പെടുത്തുമ്പോഴും തള്ളിക്കളയുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും. മനുഷ്യൻ ചിന്തിച്ചത് ഇനിയും നീ ഇല്ലാതാകാനാ, നിൻ്റെ പേരില്ല എന്നപ്പനോട് പറയാൻ വേണ്ടിയാ, നിന്റെ ദർശനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാ. സ്വപ്നം കണ്ടത് നടക്കുന്നത് കാണട്ടെ എന്നാണ് അവർ പറഞ്ഞ സഹോദരന്മാർ യോസഫിൻ്റെ. പക്ഷേ കാണിച്ചത് ദൈവമാണെങ്കിൽ അത് നടപ്പിലായിരിക്കും. സഹോദരന്മാർ കൺകുളിർക്കെ അത് കണ്ടു. സ്തോത്രം. ഇന്ന് പകൽ യോസഫേ, നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ കാണിച്ച ദർശനം സ്വർഗത്തിൻ്റെ അരുളപ്പാടാണെങ്കിൽ, ഏതൊക്കെ സഹോദരങ്ങൾ നിന്നെ വിറ്റാലും മാറ്റി നിർത്തിയാലും അവർ കണ്ട ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. നോക്കൂ, ഇവിടെ യോസഫിനെ അവർ വിറ്റു. അതിനു മുമ്പ് അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. അപ്പോൾ ദൈവം അയച്ചതാണ്. അക്ഷരാർത്ഥത്തിൽ സഹോദരന്മാർ അത് ചെയ്തെങ്കിൽ പോലും അതിനെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് മാറ്റുകയാണ്. നോക്കൂ, അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി, അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. മിസ്രയീം ദേശത്തൊക്കെ ക്ഷാമമായപ്പോൾ ആ ദേശമെല്ലാം പട്ടിണിയാൽ, വേദനയാൽ, തകർച്ചയാൽ മാറ്റപ്പെട്ടപ്പോൾ ഇപ്പുറത്തൊരു യോസഫിനെ ദൈവം ഈ ക്ഷാമത്തിന് മുമ്പ് അയക്കുകയാണ്. പാണ്ഡികശാലകൾ നിറയ്ക്കാൻ, ക്ഷാമകാലത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ, ക്ഷാമത്തെ എങ്ങനെ നേരിടണമെന്നുള്ള പ്രത്യേക ദൗത്യവും ആത്മാവിൻ്റെ നിയോഗവും കൊടുത്ത ദൈവാത്മാവുള്ള മനുഷ്യൻ കണ്ട വെളിപ്പാടുകൾ വ്യാഖ്യാനിച്ച ആ യോസഫ് ദേശത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, ദൈവം മുമ്പേ ഈ മനുഷ്യനെ അയച്ചത് യോസഫിൻ്റെ അപ്പനും സഹോദരങ്ങളും ക്ഷാമത്താൽ മരിക്കാതിരിക്കേണ്ടതിനും അവർക്ക് ചാക്ക് നിറച്ചു കൊടുക്കേണ്ടതിനും, നിന്ദിക്കുകയും അപമാനിക്കുകയും അഡ്രസ്സ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ യോസഫിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കത്തക്ക രീതിയിൽ ദൈവം ചെയ്ത ചില പ്രവർത്തികൾ ഇന്ന് പകൽ മറന്നു പോകരുത് സഹോദരങ്ങളെ. നോക്കൂ, നിന്ദിക്കപ്പെടുമ്പോഴും തകർക്കപ്പെടുമ്പോഴും വേദനിക്കപ്പെടുമ്പോഴും ആശ്രയം നഷ്ടപ്പെടുമ്പോഴും മനുഷ്യരെല്ലാം മാറുമ്പോഴും ഓർത്തോണം, ദൈവത്തിനൊരു പർപ്പസ് നമ്മളിലൂടെ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളായിരിക്കുന്ന ദേശത്ത് അനേകരുടെ ക്ഷാമം മാറ്റാൻ, അനേകരെ ആത്മാവിൽ സമ്പന്നരാക്കാൻ, നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തവരുടെ മുമ്പാകെ
അവർക്കൂടെ ഗോഡൗൺ തുറന്ന് കൊടുക്കാൻ. ദൈവത്തിന് മുമ്പേ ഇതറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കണ്ട, ഇത് വിറ്റ് കളഞ്ഞു, എന്നെ ഒതുക്കിയെന്ന് പറഞ്ഞാലും ടെൻഷനാവരുത്. ഇവിടെ ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. യോസഫ് ആരാന്ന ദേശത്തിൻ്റെ അധിപതിയെ ദൈവം മനസ്സിലാക്കി. ദൈവാത്മാവുള്ള മനുഷ്യൻ. സഹോദരന്മാർ, ഒന്നല്ല അനേക തവണ യോസഫിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ഇനിയും നിൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് യാക്കോബ് യോസഫിനെ കണ്ട് ചുംബനം ചെയ്ത് കരയുമ്പോഴും യാക്കോബിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് യോസഫിന്. ഞാൻ ഇതിലൂടെ പോയത് എന്തിനാണെന്നറിയാമപ്പാ? ഞാൻ ഈ രാജ്യത്ത് ശ്രേഷ്ഠനായി നിൽക്കുമ്പോൾ നിങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും നിങ്ങൾക്കൂടെ മനസ്സിലാകാനും, ചൈതന്യം നഷ്ടപ്പെട്ട യാക്കോബിൻ്റെ ചൈതന്യത്തെ വീണ്ടെടുക്കാനും എന്നെ ദൈവത്തിന് യൂസ് ചെയ്യണമെന്ന് യോസഫ് പറഞ്ഞു തരും കേട്ടോ. ദേശത്തെ മൊത്തം ക്ഷാമത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ചിലരെ കണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ ആത്മാവിൻ്റെ ഗോഡൗണുകൾ നിറയട്ടെ. പ്രാർത്ഥനയുടേത്, വിശ്വാസത്തിൻ്റെത്, അഭിഷേകത്തിൻ്റെത്, കൃപാവരങ്ങളുടെ ഗോഡൗണുകൾ നിറയുമെങ്കിൽ മുമ്പിൽ വരുന്ന ചില വ്യക്തികൾക്ക് കൊടുക്കാൻ മാത്രമല്ല, അതുവരെ നിന്നെ നിന്നിച്ച് മാറ്റി നിർത്തിയ സഹോദരങ്ങൾ പോലും നിൻ്റെ പ്രാർത്ഥന തേടി നിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് പകർന്നു കൊടുക്കാൻ, ഇഷ്ടം പോലെ കൊടുക്കാൻ നിൻ്റെ പക്കൽ കരുത്തുള്ള സാക്ഷ്യങ്ങളുണ്ടാവാം. വിടുതലിൻ്റെ സാക്ഷ്യങ്ങളുണ്ടാവും, വെളിപ്പാടുകളുണ്ടാകും, വ്യാഖ്യാനങ്ങളുണ്ടാകും. നീ ആരാന്ന് നിൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ആ ദേശത്ത് തന്നെ ദൈവത്തിൽ നിങ്ങളെ യൂസ് ചെയ്യേണ്ടതുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വിറ്റു ഒറ്റപ്പെടുത്തി എന്ന് പറയല്ലേ. ദൈവത്തിൻ്റെ പർപ്പസ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, ഇന്ന് പകലിൽ ഞങ്ങളെ കേൾപ്പിച്ച ഞങ്ങളുടെ ആലോചനയ്ക്കായി സ്തോത്രം. വിറ്റ് കളഞ്ഞു, പക്ഷേ അവർക്ക് മുമ്പായി യോസഫിനെ ദൈവം അയച്ചു. ദേശത്ത് അപ്പം എന്ന കോലിനെ ദൈവം ഒടിച്ചു കളഞ്ഞ് ക്ഷാമം വരുത്തിയപ്പോൾ യോസഫിലൂടെ ദേശം വിടുവിക്കപ്പെടാൻ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ചില ക്ഷാമങ്ങളെ, ചില മരണങ്ങളെ, ചില തകർച്ചകളെ, ചില വെല്ലുവിളികളെ മാറ്റാൻ ദൈവാത്മാവുള്ള ചിലരെ പരിശുദ്ധാത്മാവ് ഈ പകൽ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഒരാത്മപകർച്ച മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ അവിടുത്തെ മക്കളെ ദൈവം യൂസ് ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കോ. ഒറ്റപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതും ദർശനവും വെളിപ്പാടും സ്വപ്നവും കണ്ടിട്ട് ഇങ്ങനെ സംഭവിച്ചതും ഓർത്ത് ആരും വിലപിക്കേണ്ട. ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് നിങ്ങൾ വന്നിരിക്കുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.